കേരളത്തിൽ ബി.ജെ.പി. എസ്.എൻ.ഡി.പി. യോഗവുമായി കൈകോർക്കുന്നത് അമിത്ഷായുടെ രാഷ്ട്രീയ കരുനീക്കമാണെന്ന് ബി.ജെ.പി. നേതാവ് ജോർജ് കുര്യൻ. എസ്.എൻ.ഡി.പി. യോഗവുമായുള്ള സഖ്യത്തെ ഈ രീതിയിൽ ഒരു ബി.ജെ.പി. നേതാവ് വിശദമാക്കുന്നത് ഇതാദ്യമായാണ്. പീപ്പിളിന്റെ പടയോട്ടം പരിപാടിയിലായിരുന്നു ജോർജ് കുര്യന്റെ പരാമർശം. ബി.ജെ.പി. എസ്.എൻ.ഡി.പി. യോഗം ബാന്ധവത്തിന് ജോർജ് കുര്യൻ നൽകുന്ന വ്യാഖ്യാനം ഇങ്ങനെ: കേരളത്തിലെ ബി.ജെ.പി. ഉദ്ദേശിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ പോലെയുള്ള പിന്നോക്ക നേതാക്കന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് ഐഡിയോളജിക്കൽ വാറാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഫൈറ്റിനിടയിൽ കമ്മ്യൂണിസ്റ്റുകാർ കാരണം ലോകത്ത് പരാജയപ്പെട്ടെങ്കിലും ഒരു ആശയമുണ്ട് ഇവർക്ക്. ശക്തമായിട്ട് നിന്നാൽ ഇടയ്ക്ക് കോൺഗ്രസ്സുകാർക്ക് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് ക്ഷീണിക്കും. കോൺഗ്രസ് എപ്പോൾ മുസ്ലിം ലീഗിൻ്റെ താഴേക്ക് വരുന്നോ അതോടുകൂടി കോൺഗ്രസ് ഇല്ലാതെ. യു.പിയിൽ മായാവതിയെ കൂട്ടുപിടിച്ച് മുലായത്തിനെയും ബീഹാറിൽ നിതീഷിനെയും ഒപ്പം നിർത്തി ലാലുവിനെയും എതിർത്തതുപോലെയാണ് കേരളത്തിലെ നീക്കമെന്നാണ് ജോർജ് കുര്യൻ വിശദീകരിക്കുന്നത്. ബി.ജെ.പിയും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളല്ലാത്ത സംസ്ഥാനങ്ങളിൽ ബി.ജെ.പി. ചെയ്യുന്നത് കോൺഗ്രസിനെ നേരിട്ട് എതിർക്കുകയല്ല. ഇപ്പോൾ ബീഹാറിൽ ചെയ്ത് അടൽജിയുടെ ഇതാണ്. ബീഹാറിൽ ചെയ്തത് നിതീഷ് കുമാറിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ലാലുവിനെ എതിർത്തു. ലാലുവിനെ എതിർത്ത് കഴിഞ്ഞപ്പോൾ ഈ കോൺഗ്രസിന് ഐഡിയോളജിക്കൽ ബേസ് ഒന്നുമില്ലല്ലോ, ഈ ചില ചെപ്പിടി വിദ്യയാണ്. ഇതിനിടയിൽ ഐഡിയോളജിക്കൽ വാറിനിടയിൽ ഈ കോൺഗ്രസ് ഇല്ലാതായി. യു.പിയിൽ ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു.പിയിൽ മായാവതിയെ ഒരു സമയത്ത് മായാവതിയെ കൂട്ടുപിടിച്ചുകൊണ്ട് മുലായം സിംഗ് യാദവുമായിട്ട് ഞങ്ങൾ ഫൈറ്റ് ചെയ്തു. അപ്പോൾ അത് തന്നെ, ഇത് തന്നെ എല്ലാ സംസ്ഥാനങ്ങളും. ശ്രീനാരായണ ഗുരു ഹിന്ദു സന്യാസിയാണെന്നും ശ്രീനാരായണീയ പ്രസ്ഥാനത്തിന് ഹിന്ദുത്വ ആശയങ്ങളുമായാണ് പൊരുത്തപ്പെടാനാവുക എന്നുമാണ് ബി.ജെ.പി. നേതൃത്വം ഇതുവരെ പറഞ്ഞിരുന്നത്. അതിനാൽ തന്നെ എസ്.എൻ.ഡി.പി. യോഗവുമായുള്ള ചങ്ങാത്തം അമിത്ഷായുടെ ഡിസൈൻ അനുസരിച്ചുള്ള രാഷ്ട്രീയ കരുനീക്കം മാത്രമാണ് എന്ന ജോർജ് കുര്യന്റെ വെളിപ്പെടുത്തൽ ശ്രദ്ധേയമാകുന്നു. പൊളിറ്റിക്കൽ ഡെസ്ക്.